ദിക്കു മാറിയാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ വീട് കറക്റ്റ് ഏതാണ് ദിശ, എത്ര ഡിഗ്രിയിലാണ് അത് നിൽക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമുക്കുണ്ടായിരിക്കണം. അതല്ല ദിക്ക് തെറ്റിയാണ് വീട് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്തായിട്ട് ഒരു വീട് കൺസൾട്ട് ചെയ്യുന്നു. അവരുടെ വീടിന്റെ പ്ലാൻ എടുത്തപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ വീട് എത്ര ഡിഗ്രിയിലാണ് ഫേസ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ അവിടുത്തെ ചോദിച്ചു, ഈ വീട് എങ്ങോട്ടാണ് ദർശനം? സാർ, അത് ഈസ്റ്റ് ഫേസിംഗ് ആണ്. ഞാൻ കറക്റ്റ് കോമ്പസ് വെച്ച് അതിന്റെ ഡിഗ്രി നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 115 ഡിഗ്രിയാണ്. അവർ പറയുന്നത് കിഴക്കിലാണ് ദർശനം എന്നാണ്. 112.5 വരെ ഈസ്റ്റിന്റെ ദർശനമാണ്. ഇത് നമുക്ക് 112.5 കഴിഞ്ഞു 115 പോയി. 2.5 ഡിഗ്രി കിഴക്ക് ദിക്കിൽ നിന്ന് മാറി തെക്ക് കിഴക്കിലേക്ക് തുടങ്ങി. അപ്പോൾ നമുക്ക് ഫെങ്ഷുയിൽ ദിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് കണക്കുകൾ എടുക്കുന്നത്. അപ്പോൾ കിഴക്കിന്റെ ദർശനമാണ് എന്ന് കരുതി അവർ വെച്ച വീട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തെക്ക് കിഴക്കാണ് ദർശനം. അപ്പോൾ അവർ പറയുന്ന കിഴക്ക് ഭാഗത്തായിട്ട് അവർ വീടിന്റെ പ്രധാന വാതിൽ വെച്ചു. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോകത്ത് എവിടെ വീട് വെച്ചാലും ആ വീട് വെച്ച് അതിന്റെ ഹൗസ് വാമിംഗ് ടൈം മുതൽ 2 സ്റ്റാറുകൾ അതിന്റെ ഓരോ ദിക്കിലും വരും. അതായത് ഇതിപ്പോ സ്റ്റാറുകൾ എന്ന് പറയുമ്പോൾ പലർക്കും അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് ഈ പറയുന്ന കണക്ക് നമ്മുടെ 27 നക്ഷത്രങ്ങളല്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് ഒരു എനർജി, അതായത് വീട് വെക്കുമ്പോൾ വീടിന്റെ ഓരോ ദിക്കിലും ഒരു എനർജി ഉണ്ട്. അതിനെ ഷെങ്ജി എന്നും ഷാർച്ചി എന്നും പറയും. ഷെങ്ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എനർജി, ഷാർച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി. അപ്പൊ എനർജികൾ എന്താണെന്നുള്ളതാണ്. എന്ത് എനർജിയാണോ നിങ്ങളുടെ വാതിലിലും നിങ്ങളുടെ ബെഡ്റൂമിലും വന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളെ സ്വാധീനിക്കും. അപ്പൊ ഈ വീട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. ഇവരുടെ വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ എന്നാണ് ഈ ഇതിനെ പറയുന്നത്. ഈ പേര് കേട്ടുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അതായത് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്, അതായത് ഈ വീടിന്റെ ഓരോ ദിക്കിലും വരുന്ന എനർജികൾ ഏതാണെന്ന് നമ്മൾ കണക്കാക്കി ഇതാത് സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ വീടിന്റെ പ്രധാന വാതിൽ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ ഞാൻ എന്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുത്തപ്പോൾ ഇവിടുത്തെ കണ്ടിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് 7-5 എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ഇതിൽ ഈ വർക്ക് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഈ 5 ആണ്. അപ്പൊ ഇവരുടെ എൻട്രൻസ് നിൽക്കുന്നത് എന്താണ്? 5 ആണ്. അപ്പോൾ ഓരോ നമ്പറുകൾക്കും ഓരോ സ്വഭാവമുണ്ട്. 1-ന് സ്വഭാവമുണ്ട്, 2-നുണ്ട്, 3-നുണ്ട്, 4-നുണ്ട്, 5-നുണ്ട്. 5-ന്റെ സ്വഭാവം എന്ന് പറയുന്നത് ടോട്ടൽ ലോസ. ടോട്ടൽ ലോസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, തൊടുന്നതും പിടിക്കുന്നതും എല്ലാം നഷ്ടം. അങ്ങനെ ഒരു എനർജിയാണ് ഈ ടോട്ടൽ ലോസിന്റെ എനർജി. അപ്പോൾ ഇവരുടെ വീടിന്റെ എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാർ ഏതാണ്? ടോട്ടൽ ലോസ. അപ്പൊ ഇവരെന്ത് ചെയ്താലും ഇവർക്ക് നഷ്ടങ്ങളും കാര്യങ്ങളുമാണ് ഇവരുടെ വീടിന്റെ പ്രധാന വാതിലിൽ നിൽക്കുന്ന എനർജി നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ബെഡ്റൂം എന്ന് പറയുന്നത് ഈ സൈഡിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സൈഡിലുള്ള ഒരു ബെഡ്റൂമിൽ ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് 2 ആണ്. 2 എന്ന് പറയുന്നത് അസുഖമാണ്. അപ്പൊ നമുക്ക് പല കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വീടിന്റെ വാസ്തുദോഷം മൂലം ഉണ്ടെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വീടിന്റെ വാസ്തുദോഷം മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ വരാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവിടെ അവർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രോബ്ലം വന്നു. ഇവർ ചികിത്സയിലാണ്. ഇവരുടെ വീട് അതുകൊണ്ടാണ് ഇവരെന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് വിളിച്ചത്. അവരുടെ വീടിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വീടിന്റെ വാസ്തു പ്രോബ്ലംസ് ഒന്നും കാണാനില്ല. അപ്പൊ നമ്മളിത് ഒരു എന്താ പറയുന്ന മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളിത് 2 രീതിയിലാണ് ഈ വീട് കൺസൾട്ട് ചെയ്യുന്നത്. ഒന്ന്, പുറമേ നിന്ന് നോക്കുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണ് നോക്കി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാവ് പരിശോധിച്ചു, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് നോക്കി പനിയുണ്ടോ എന്നൊക്കെ നോക്കി പരിശോധിക്കുന്നത് പോലെ പുറമേ നിന്ന് എന്തെങ്കിലും വാസ്തു പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്ന അതേ ഒരു രീതി പ്രകാരമുള്ള മറ്റൊരിതാണ്. ഞാൻ ഒരു മെഡിക്കൽ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു സിസ്റ്റമാണ് അതിന്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുത്തു. ഫ്ലൈയിങ് സ്റ്റാർ എടുത്തപ്പോൾ അതിന്റെ ഓരോ റൂമിലും വന്നിരിക്കുന്ന സ്റ്റാറുകൾ ഈ രീതിയിലാണ്, അതിന്റെ എനർജികൾ ഈ രീതിയിലാണ്. അപ്പം 5 എന്ന് പറയുന്ന ഒരു ടോട്ടൽ ലോസ് ആണ്. അത് അവരുടെ വാതിൽ വന്നിരിക്കുന്നു. അപ്പൊ ഈ വീട്ടുകാർക്ക് പൊതുവെ നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള ഇതാണ്. ഇവർ കിടക്കുന്ന ബെഡ്റൂം, ഈ ഭാഗത്തെ ബെഡ്റൂം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-ലാണ് അവർ കിടക്കുന്നത്. 2 അസുഖമാണ്. അപ്പം ഇത് അവരുടെ വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫംഗ്ഷി പ്രകാരം പറയുകയാണെങ്കിൽ ഇത് അവരെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നഷ്ടത്തിലേക്കും കൊണ്ടെത്തിച്ചു. നമ്മൾ താമസിക്കുന്ന ഓരോ വീട്ടിലും, അത് 1 മുറി ആയാലും 9 മുറിയുള്ള വീടായാലും, ഇതിലത്തെ ഒരു കണക്കുകൾ അല്ലെങ്കിൽ ഒരു എനർജികൾ എല്ലാ മുറിയിലും ഉണ്ടെന്നും നമ്മൾ കിടക്കുന്ന റൂമിന്റെ എനർജി എന്താണെന്നും
അത് നല്ലതാണോ മോശമാണോ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്യാം. പരിഹാരം എന്ന് പറയുന്നത് ഈ പൂജയോ മറ്റുള്ള കാര്യങ്ങളോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില എലമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നല്ല റൂം ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് അതിനെ മാറ്റാനും സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഇതൊരു വീട്ടിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂൾസുകളിലേക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഫെങ്ഷുയുടെ ഒരു ടൂൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടൂൾ കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ഉദാഹരണത്തിന് ഇത് ഒരു ലാഫിൻ ബുദ്ധ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കുറേ റിസൾട്ടുകൾ നിങ്ങൾക്ക് വരും. വീട്ടിൽ എപ്പോഴും ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ ആരോഗ്യം, സാമ്പത്തികം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നേട്ടവും ഉണ്ടാവും. അപ്പോൾ ഇത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വെക്കാം, പ്രധാന ഡോറിലോട്ട് നോക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ പാദം മെയിൻ ഡോറിലേക്ക് പോകുന്ന രീതി വെക്കാതെ ഒരല്പം ടിൽറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഡോറിൽ നിന്ന് നോക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ലാഫിൻ ബുദ്ധ കാണാം ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇതിന്റെ പാദങ്ങൾ നേരെ ഡോറിലേക്കല്ല ഒരല്പം ടിൽറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് വെക്കാം. ഇനി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ട് നേട്ടം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിന് ഫെങ്ഷുവിൽ എന്ത് ടൂൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു 3 ലെഗ്ഡ് ഫ്രോഗ് വെക്കാം. അതിന്റെ ചുണ്ടിൽ നമുക്ക് ഒരു ചൈനീസ് കോയിനും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം 3 കാലുള്ള ഒരു തവള എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത്. ഇത് ഒരു ചൈനീസ് വാസ്തുകലയുമായി ബന്ധപ്പെട്ട ടൂളുകളാണ്. ഇത് ലോകത്തെല്ലാ സ്ഥലത്തും ഉപയോഗിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് കാലദേശങ്ങളനുസരിച്ചിട്ട് എല്ലാ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ട്. അല്ലാതെ ഇന്ന സ്ഥലത്തെ അത് റിസൾട്ട് കിട്ടും, ഇന്ന സ്ഥലത്തെ റിസൾട്ട് കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇത്തരം ടൂളുകൾ വളരെ വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങളിലേക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ.